ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പൊ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എൻട്രിയിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു RRBയുടെ JEE എക്സാം വീണ്ടും ഡിലേ ആവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പൊ അതിന് അവർ ഉന്നയിച്ചിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ എന്ന് പറയുന്നത് ഇലക്ഷൻ ഒക്കെ നടക്കുകയാണ്, ആ ഒരു പ്രൊസീജിയർ കാരണം ഇലക്ഷൻ കഴിയുന്നത് ഉള്ളത് കൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ നോട്ടിഫിക്കേഷൻ വൈകാനല്ലേ സാധ്യത, ഈ വർഷം എക്സാം നടക്കുമോ തുടങ്ങിയ സംശയങ്ങളാണ് പല ഉദ്യോഗാർത്ഥികളും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളടുത്ത് പറയാണ്, റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ എന്താണ് ആ അപ്ഡേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതുപോലെ എല്ലാ സമയത്തും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാം എന്തായിരുന്നു റെയിൽവേയുടെ മുൻപ് വന്നിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നോട്ടീസിൽ കൃത്യമായിട്ട് കാണാൻ കഴിയും. അതായത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കുമെന്ന് റെയിൽവേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഡിലേ വരുമോ എന്നുള്ളത്. അപ്പൊ അതിലാണ് ഈ ഒരു നോട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ റെയിൽവേ ഡിഫറെന്റ് സോണുകളിലേക്ക് അയച്ചിട്ടുള്ള ഒരു ലെറ്ററിന്റെ കോപ്പിയാണ് ഞാൻ ഈ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ഉണ്ടല്ലോ, ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്കുള്ള വേക്കൻസി അസസ്മെന്റ്, അത് അവിടെയും നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. വേക്കൻസി അസസ്മെന്റ് അപ് ടു ജൂൺ 2025 വരെയുള്ളത് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഡിഫറെന്റ് സോൺസിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, RRB ലെറ്റർ മുഖാന്തരം അറിയിച്ചിട്ടുള്ളത്. അതായത് വേക്കൻസി അസസ്മെന്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. ഏതുവരെയുള്ള വേക്കൻസിയാണ്? ജൂൺ 2025 വരെയുള്ള വേക്കൻസി. അതായത് ഒരു വർഷത്തിലധികം വേക്കൻസികൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു പോസ്റ്റിലൂടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, അസസ്മെന്റ് ഓഫ് വേക്കൻസി നിങ്ങൾ ഏപ്രിൽ മെയിൽ പൂർത്തീകരിക്കണമെന്ന് ഡിഫറെന്റ് സോൺസിൽ പറഞ്ഞതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രപ്പോസൽ ഫോർ ഡ്രാഫ്റ്റ് CEN, അതായത് സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് ഫോർ ജൂനിയർ എഞ്ചിനീയറിന്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് ജൂണിൽ തന്നെ തയ്യാറാക്കണം എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റെയിൽവേ എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ജൂലൈ സെപ്റ്റംബറിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുകയും ചെയ്തു, ജൂണിൽ ഇതിന്റെ ഡ്രാഫ്റ്റ് CEN പ്രിപ്പയർ ചെയ്യണമെന്നും റെയിൽവേ പറഞ്ഞുകൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള ഡിലേയും ഈ എക്സാമുമായി ബന്ധപ്പെട്ടില്ല. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, നിങ്ങളുടെ പ്രിപ്പറേഷൻ അടുത്ത ലെവലിലേക്ക് തന്നെ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. ലീവ് എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ലീവ് എടുത്തൊക്കെ പഠിക്കുക. ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവേണ്ട സമയമായിരിക്കുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഏപ്രിൽ മാസം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറെ അധികം നിങ്ങൾ ലാഗ് വന്നിട്ടുണ്ടാവില്ലേ. ഒരുപാട് ആഘോഷങ്ങൾ, വിഷുവും അതേപോലെ തന്നെ പെരുന്നാളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ലീവൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠനത്തിൽ ഒരല്പം പിന്നോട്ട് പോയിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങളുടെ പഠനം അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എൻട്രിയുടെ സ്പെഷ്യൽ ബാച്ച് നമ്മൾ RRB JEEക്ക് വേണ്ടി നമ്മൾ ആരംഭിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്പെഷ്യൽ RRB JEE ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയുടെ അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് ദർ ഇസ് നോ ലാക്ക് ഇൻ ദി എക്സാമിനേഷൻ എന്നുള്ളതാണ്. ജൂലൈയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപക്ഷെ ജൂലൈയിലോ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. കാരണം ജൂണിൽ CENന്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വേക്കൻസി അപ് ടു ജൂൺ 2025 എന്ന് വെച്ചാൽ ജൂൺ 2025 ആകുമ്പോഴായിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് ഒക്കെ കിട്ടാൻ സാധ്യതയല്ലേ. കാരണം ആ ഒരു 1 ഇയർ പ്രോസസ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. സോ നന്നായിട്ട് പഠിക്കുക, മികച്ച വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.